ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രോക്കൺ ചെയിൻ കോൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രോക്കൺ ചെയിനുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ അത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ് ബ്രോക്കൺ ചെയിൻ, അതിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പല ചോദ്യങ്ങളും എളുപ്പം ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ടൈം ആൻഡ് വർക്ക്, അതുപോലെ റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അങ്ങനെ പല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പല ചാപ്റ്റേഴ്സിലും നമുക്ക് അല്ലെങ്കിൽ പല ഏരിയാസിലും നമുക്ക് ഈ ബ്രോക്കൺ ചെയിൻ്റെ ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുള്ള കുറച്ചുകൂടെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഇനി ആ ബ്രോക്കൺ ചെയിൻ കോൺസെപ്റ്റ് നിങ്ങൾ മറന്നുപോയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. കാരണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ഒരു ഉദാഹരണത്തിലൂടെ ചോദ്യം ഇതാണ്. ചോദ്യം അല്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 10 ചോക്ലേറ്റിന് 20 രൂപയാണ് വില, 5 ചോക്ലേറ്റിന് എത്ര രൂപയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറയാം 10 ചോക്ലേറ്റിന് 20 രൂപയാണെങ്കിൽ 5 ചോക്ലേറ്റിന് 10 രൂപയാണ്. കാരണം ഒരു ചോക്ലേറ്റിന് 2 രൂപ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ആലോചിച്ച് പറയും. പക്ഷേ ബ്രോക്കൺ ചെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ഇതിനെ ബ്രോക്കൺ ചെയിൻ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടേക്ക് നോക്കിക്കേ, ഈ ഒരു ചെയിൻ 10ന് 5 എന്ന് പറയുന്ന ഒരു പെയർ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് ബ്രോക്കൺ ചെയിൻ അല്ല, അത് കണക്റ്റഡ് ചെയിനാണ്. അത് കണക്റ്റഡ് ചെയിനാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, 20ന് ഒരു പെയർ ഇല്ല. 20ൻ്റെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് കിടക്കുന്നത്. 20ൻ്റെ പെയർ ഇല്ല. അതുകൊണ്ട് 20നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രോക്കൺ ചെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ബ്രോക്കൺ ചെയിനെ എങ്ങനെ നമുക്ക് കണക്റ്റഡ് ചെയിൻ ആക്കാം? സിമ്പിളാണ്. ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ ഇങ്ങ് എടുക്കുക, 20 ഇൻറ്റു, എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട ഉത്തരം 20നേക്കാൾ ചെറുതാണോ വലുതാണോ? അതായത് 10 ചോക്ലേറ്റിന് 20 രൂപയാണെങ്കിൽ 5 ചോക്ലേറ്റിന് സ്വാഭാവികമായിട്ടും 20നേക്കാളും ചെറുതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം ചെറുതാണ്. അപ്പം യു നീഡ് എ സ്മോളർ വാല്യൂ. നിങ്ങൾക്ക് ചെറിയ ഉത്തരം വേണം. ചെറിയ ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ തമ്മിൽ എങ്ങനെ ഹരിക്കണം? ഇത്ര ഓർത്താൽ മതി. ചെറുത് കിട്ടണമെങ്കിൽ കണക്റ്റഡ് ചെയിനിലെ വാല്യൂസിനെ എന്ത് ചെയ്യണം? ചെറുത് ബൈ വലുത്. വലുത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം വലുതാണെങ്കിലോ, വലുത് ബൈ ചെറുത്. സോ ഇഫ് യു നീഡ് എ സ്മോളർ വാല്യൂ, ദെൻ യു ഷുഡ് ഹാവ് എ സ്മോളർ ന്യൂമറേറ്റർ. ഇഫ് യു നീഡ് എ ബിഗർ വാല്യൂ, ദെൻ യു ഷുഡ് ഹാവ് എ ബിഗർ ന്യൂമറേറ്റർ. അതായത് നിങ്ങൾക്ക് ചെറുത് കിട്ടണമെങ്കിൽ ചെറുത് ബൈ വലുത്, വലുത് കിട്ടണമെങ്കിൽ വലുത് ബൈ ചെറുത്. സിമ്പിൾ ലോജിക്ക്. അപ്പോൾ നമുക്കിവിടെ ചെറുതാണ് കിട്ടേണ്ടത്. അപ്പോൾ ചെറുത് ബൈ വലുത്, 5/10 അല്ലേ. 0 കട്ട് ചെയ്ത് പോകുന്നു. 5 × 2 10. അപ്പം ഇതാണ് ബ്രോക്കൺ ചെയിൻ്റെ ഒരു ബേസിക് റൂൾ, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ പറയാം. അതായത് ഇങ്ങോട്ട് നോക്കിക്കോ, ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. 10 ആളുകൾക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 20 ദിവസം വേണം. 5 ആളുകൾക്ക് അതേ ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ 10 ചോക്ലേറ്റിന് 20 രൂപ, 5 ചോക്ലേറ്റ് 10 രൂപ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ അങ്ങനെ പറയുമോ? 10 ആളുകൾക്ക് 20 ദിവസം, 5 ആളുകൾക്ക് 10 ദിവസം മതിയോ? അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പക്ഷേ ബ്രോക്കൺ ചെയിൻ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ നമ്മൾ എടുക്കുന്നു, 20 ഇൻറ്റു, ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ടത് ചെറിയ വാല്യൂ ആണോ വലിയ വാല്യൂ ആണോ? 10 ആളുകൾക്ക് 20 ദിവസമാണെങ്കിൽ 5 ആളുകൾക്ക്, ഈ 10 ആളെന്ന് പറയുമ്പോൾ എഫിഷ്യൻസി അല്ലേ, ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എഫിഷ്യൻസി കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി കുറഞ്ഞു. അപ്പോൾ ടൈം എന്ത് ചെയ്യും? നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? എഫിഷ്യൻസി കുറഞ്ഞാൽ എന്ത് കൂടും? ടൈം കൂടും അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടേണ്ട ഉത്തരം എന്താണ്? വലുതാണ്. വലുത് കിട്ടണമെങ്കിലോ, വലുത് ബൈ ചെറുത്. സോ 5 4 10 × 4 40, 40 days. 40 days, 40 ദിവസം. ഓക്കെ, യെസ്. സോ നമുക്ക് ഇനി, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ് ബ്രോക്കൺ ചെയിൻ എന്ന്. അതിങ്ങനെയാണ് ആ ബ്രോക്കൺ ചെയിൻ വർക്ക് ചെയ്യുന്നത്. നമുക്കിനി ഇതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. എ കോൺട്രാക്ടർ അണ്ടർടുക്ക് ടു ഫിനിഷ് എ വർക്ക് ഇൻ 92 days. ഹി എംപ്ലോയിഡ് 110 man. അതായത് 92 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാനായിട്ട് 110 പേരെ അയാൾ പറഞ്ഞയച്ചു. ആഫ്റ്റർ 48 days ഹി ഫൗണ്ട് ദാറ്റ് ഹി ഹാഡ് ഓൾറെഡി ഡൺ 3/5 ഓഫ് ദ വർക്ക്. 48 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ 5/3 ജോലി ചെയ്തു. ഹൗ മെനി മെൻ ക്യാൻ ബി വിഡ്രോൺ സോ ദാറ്റ് ദ വർക്ക് മേ സ്റ്റിൽ ബി ഫിനിഷ്ഡ് ഇൻ ടൈം. അപ്പോൾ ആളുകൾ കൂടുതലാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇപ്പോൾ എത്ര പേരെ തിരിച്ച് വിളിച്ചാൽ ഈ ജോലി കറക്റ്റ് സമയം കൊണ്ട് തീരും എന്നുള്ളതാണ് ചോദ്യം.
സോ എ കോൺട്രാക്ടർ അണ്ടർടുക്ക് ടു ഫിനിഷ് എ വർക്ക് ഇൻ 92 days. 92 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാം എന്ന് വിചാരിച്ചു എന്നല്ലേ പറയുന്നേ, 92 ദിവസം കൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റുക. അതായത് മക്കളെ ഇങ്ങോട്ട് നോക്കിക്കോ, 110 ആളുകൾക്ക് 3/5 വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്തു? 48 ദിവസം എടുത്തു. 48 ദിവസം എടുത്തു അല്ലേ? എത്ര പേര് വേണം ബാക്കി ജോലി ചെയ്യാൻ? ബാക്കി ജോലി എന്ന് പറയുമ്പോൾ 2/5 വർക്ക്. എത്ര ദിവസം ഉണ്ട് ഇനി? ആകെ 92 ദിവസം അല്ലായിരുന്നോ? അതെ, അതിൽ എത്ര ദിവസം കഴിഞ്ഞു? 48 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട്? 44 ദിവസമുണ്ട് അല്ലേ? അപ്പം 44 ദിവസം കൊണ്ട് നമ്മൾ ബാക്കി ജോലി തീർക്കാൻ എത്ര പേര് വേണം? അപ്പോൾ കണ്ടോ, ഇത് ബ്രോക്കൺ ചെയിൻ ആയില്ലേ? ഇതാ നോക്ക്, ഇത് ബ്രോക്കൺ ചെയിൻ, ഇത് രണ്ടും കണക്റ്റഡ് ചെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. 110. ഓക്കെ, സോ 110 ഇൻറ്റു, ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. 3/5 വർക്കിന് 110 പേര് വേണം. 3/5 വർക്കിന് 110 പേര് വേണം. അപ്പോൾ 2/5 വർക്കിന് എത്ര പേര് വേണ്ടി വരും? കാരണം 3 വലുത്, 3-ന് 110 ആണെങ്കിൽ 2-ന് അതിനേക്കാളും ചെറുത്, അതിനേക്കാളും കുറച്ച് മതിയല്ലോ. കാരണം 3 ചെയ്യാൻ തന്നെ 110 ആൾ വേണം, 2 ചെയ്യാനപ്പോൾ അതിനേക്കാളും കുറച്ച് മതിയല്ലോ. അപ്പോൾ എന്താ വേണ്ടത്? ചെറുതാണ് നമുക്ക് കിട്ടേണ്ടത്. ചെറുത് ബൈ വലുത് എന്ന് പറഞ്ഞാൽ 2/5 ഡിവൈഡഡ് ബൈ 3/5 അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 3/5 എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 5/3 ആവും. അല്ലെങ്കിൽ 2/3 എന്ന് എടുത്താലും മതി, കാരണം ഈ 5 കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട്. 5-നെ അങ്ങ് കട്ട് ചെയ്ത് നമുക്ക് കളയാം. പോട്ടെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇത് തമ്മിൽ നോക്കണം. അതായത് ഒരു പൊട്ടിയതും ഒരു പൊട്ടാത്തതും കൂടെ വേണം നോക്കാൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിനെയും ഇതുമായിട്ട് നോക്കണം, ഈ ചെയിനെയും ഇതുമായിട്ട് നോക്കണം. അതാണ് നമ്മളിപ്പോൾ ഈ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഈ ചെയിനെയും ഇതുമായിട്ട് നോക്കണം. ഓക്കെ ആണേ? യെസ്. അപ്പോൾ ഇനി നോക്കിക്കേ, 48 ദിവസം കൊണ്ടാണെങ്കിൽ 110 പേര് മതി. 44 ദിവസം കൊണ്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദിവസം ഇവിടെ സമയം കുറഞ്ഞു, ടൈം കുറഞ്ഞു, അപ്പോൾ എഫിഷ്യൻസി കൂടണം. അപ്പോൾ വലുത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വലുത് ബൈ ചെറുത് അല്ലേ? അപ്പോൾ 48/44. അപ്പോൾ ദാ ഈ അഞ്ചും നമുക്ക് വെട്ടിക്കളയാം. പിന്നെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന ഏതുണ്ട്? ഈ 2-നെയും 44-നെയും കൂടെ വെട്ടാം. 22 കിട്ടും. 11 കൊണ്ട് വെട്ടുമ്പോൾ 22-ൽ 11 2 പ്രാവശ്യം, ഇവിടെ 11 10 പ്രാവശ്യം. പിന്നെ നമുക്ക് ഈ 3-നെയും 24-നെയും കൂടെ വെട്ടാം. അപ്പോൾ 8 കിട്ടും. പിന്നെ 8 × 10 80 ദിവസം ഒന്ന് കിട്ടും. അപ്പോൾ 80 ദിവസം കൊണ്ട് ഈ ജോലി തീരും. 80 ദിവസം കൊണ്ടല്ല, 80 ആളുകൾ മതി. എത്ര പേര് വേണമെന്നല്ലേ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 80 ആളുകൾ മതി നമുക്ക്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 110 പേരുണ്ട്. അപ്പോൾ 80 പേര് മതി. ഈ ജോലി കറക്റ്റ് 44 ദിവസം കൊണ്ട് ഇനിയും തീരാനായിട്ട് 80 പേര് മതി. അപ്പോൾ നമ്മൾ എത്ര പേരെ തിരിച്ച് വിളിക്കണം? ആകെ നമ്മുടെ കയ്യിലുള്ളത് 110 പേരാണ്. അപ്പോൾ 80 പേര് മതി. അപ്പോൾ എത്ര പേരെ നമ്മൾ തിരികെ വിളിക്കണം? 30 പേരെ നമ്മൾ തിരികെ വിളിക്കണം. സോ ആൻസർ ഓപ്ഷൻ ബി 30. ശരിയാണോ? തീർച്ചയായും. കണ്ടോ? അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ബ്രോക്കൺ ചെയിൻ ഉപയോഗിച്ച് ഇതിലെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ് ബ്രോക്കൺ ചെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ എക്സും വൈയും ഒന്നും എടുക്കേണ്ട, 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതി നമുക്ക് വളരെ പെട്ടെന്ന് ഒറ്റ ലൈൻ കാൽക്കുലേഷനിൽ നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കാം. എ ഗാരിസൺ ഓഫ് 500 men had a provision for 27 days. After 3 days, a reinforcement of 300 men arrived. How many more days will the remaining food last? അതായത് 500 പേർക്ക് 27 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. 500 ആളുകൾക്ക് എത്ര ദിവസത്തേക്ക്? 27 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. അതിൽ 3 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 500 ആളുകൾക്ക് ഇനി എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്? 24 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എത്ര പേരൂടെ വരുന്നത്? ഒരു 300 പേരും കൂടെ വരുന്നത്. അപ്പോൾ ഇപ്പം മൊത്തം എത്ര പേരായി? 800 ആളുകളായി. 800 ആളുകളാകുമ്പോൾ എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാവും? അപ്പോൾ നമുക്കറിയാം, ആളുകൾ കൂടിയാൽ അത്രയും ദിവസത്തേക്കുള്ള ഭക്ഷണം കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്തേ.
അപ്പോൾ എത്ര? 500 ആളുകൾക്ക് 24 ദിവസം, 800 പേർക്ക് എത്ര? 500 24 800 എത്ര? അപ്പം ഇങ്ങോട്ട് കൂടുന്നതിനനുസരിച്ച് ഇവിടെ കുറയും അല്ലേ? കാരണം എന്താ? നമ്മുടെ വീട്ടിൽ 5 പേർക്കുള്ള ഭക്ഷണം നമ്മൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് 2 ദിവസത്തേക്കുള്ള ഭക്ഷണം 5 പേർക്കുണ്ടായിരുന്നു. അപ്പോഴാണ് വേറൊരു 5 പേരുടെ വന്നത്. അപ്പോൾ 2 ദിവസത്തേക്ക് ഭക്ഷണം കാണുമോ? ഇല്ല. ആൾ കൂടുന്നതിനനുസരിച്ച് ഭക്ഷണം എത്ര കരുതി വെച്ചിരിക്കുന്ന അത്രയും ദിവസത്തേക്ക് കാണത്തില്ല, അത് കുറയും. അപ്പം ഇതോടെ മെന്നിൻ്റെ നമ്പർ ഓഫ് മെൻ ഇൻക്രീസ് ചെയ്യുമ്പം നമ്പർ ഓഫ് ഡേയ്സ് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോജിക്ക് പിടി കിട്ടി. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ എടുക്കുക, 24 ഇൻറ്റു ഇവിടെ കിട്ടേണ്ട ഉത്തരം എന്തായിരിക്കും? 24-നേക്കാളും ചെറുതായിരിക്കും. ഇപ്പം ചെറുത് കിട്ടണമെങ്കിൽ ചെറുത് ബൈ വലുത്. അപ്പോൾ എത്ര? 500 ബൈ എത്ര കിട്ടും? 800. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകുന്നു. 8 3 24, 3 ഇൻറ്റു 5 15 ദിവസത്തേക്കുള്ള ഭക്ഷണമേ കാണത്തുള്ളൂ. ഓപ്ഷൻ സി യെസ്, 15 ദിവസത്തേക്കുള്ള ഭക്ഷണമേ അവിടെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ക്വസ്റ്റ്യനേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ബ്രോക്കൺ ചെയിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യുന്നൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കുറേയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ രീതിയിൽ, ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.